ഹായ്, ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടി തുടങ്ങുവാണ്. രാവിലെ അത്തപ്പൂവൊക്കെ ഇട്ട് കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ജുവൻ ഇവിടില്ല. എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ പോയി. അവൻ അവിടെ ആണ് ഓണം. അതെ, അവന് ഒരാഴ്ച മുന്നേ പ്രിപ്പയർ ആയിട്ടിരിക്കുമായിരുന്നു പോകാനായിട്ട്. പോയിട്ടുണ്ട്. സ്കൂള് ക്ലോസ് ചെയ്തപ്പോഴേ പോയി. അവർ വന്ന് വിളിച്ചോണ്ട് പോയി. അവിടെ അനിയത്തി മക്കളുണ്ട് 2 പേര്, അവരുടെ കൂടെ കളിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവനവിടെ ചെന്ന് ടൂറാണ്. അവിടെ ചെന്ന് എല്ലാവരും കൂടെ ചേർന്ന് കറക്കമാണ്. ഇന്നിനി ഓണം അവിടെ ആഘോഷിക്കും, ഞങ്ങൾ ഇവിടെ ആഘോഷിക്കും. അതെ, ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട്. അതെ, ഓക്കെ. ഹാപ്പി ഓണം. ഉച്ചത്തേക്കുള്ള നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ഇനി അടുത്തത് ഭക്ഷണം കഴിച്ചിട്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി ഉച്ചയ്ക്കുള്ള ഒരുക്കമാണ്. ചോറ് ഇവിടെ തിളയ്ക്കുന്നുണ്ട്. തോരൻ ഇതാ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അവിയലിന് ഞാൻ അടുപ്പത്തോട്ട് വെച്ചു. പുളി അരിഞ്ഞ് ഇനി തേങ്ങയുടെ അരപ്പൂടെ അരയ്ക്കണം. അരച്ചിട്ട് അവിയലിനകത്ത് ചേർക്കണം. ബാക്കി ഇനിയും പച്ചടി വെക്കണം, സാമ്പാർ വെക്കണം. അങ്ങനെ കുറച്ച് 2-3 ഐറ്റംസും കൂടെ വെച്ച് കഴിയുമ്പോൾ ഇന്നത്തെ ഓണത്തിൻ്റെ പ്രിപ്പറേഷൻസ് ഏതാണ്ട് കംപ്ലീറ്റ് ആവും. പച്ചടി സാമ്പാറൂടെ വെച്ചു. അത് കഴിഞ്ഞ് പായസമായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് പപ്പടം കാച്ചി. അതുപോലെ നമ്മുടെ പായസം അവസാന ഘട്ടത്തിലെത്തിയിട്ടിരിക്കുകയാണ്. അപ്പം സേമിയയും ഞാൻ ഇച്ചിരി ചൗവരി ഇട്ടായിരുന്നു. ചൗവരിയും വെന്തതിന് ശേഷം കുറച്ച് കാഷ്യൂ നട്ട്സും, പിന്നെ അതുപോലെ കാഷ്യൂ നട്ട് ആദ്യം ഞാൻ നെയ്ക്കകത്ത് വറുത്ത് വെച്ചിരിക്കുമായിരുന്നു. സ്വല്പം ഏലക്കായും പിന്നെ കുറച്ച് ഒരു 2 ഡ്രോപ്സ് എസൻസ് കൂടെ ചേർത്തു. ഈ ഒരു കളറാണ്. ഈ കളറ് ഞാൻ പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ടാണ് ഈ പായസം ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഈ കളർ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം റെഡിയാണ്. ഇനി വാഴയില വെട്ടണം. വാഴയില വിട്ടിട്ട് സദ്യ ഉണ്ണണം. ഇല വെട്ടിക്കൊണ്ട് വന്നാണ്. നമ്മുടെ ഇവിടെ തന്നെ ഉള്ള വിലയാണ്. വെട്ടിക്കൊണ്ട് വന്ന് കഴുകി 2 എണ്ണം കഴുകി നീറ്റാക്കും. അപ്പം ഓണത്തിൻ്റെ സദ്യക്കുള്ള പ്രിപ്പറേഷൻസ് എല്ലാം റെഡി. ചോറുണ്ട്, അവിയൽ ഇവിടെ റെഡിയാണ്. അവിയൽ ഞാൻ ഇച്ചിരി വെള്ളം പോലെ എടുത്തേക്കുന്നത്. ഇവിടെ ഇച്ചിരി ചാറ് വെച്ചാണ് ആവശ്യമാണ്. തോരന് ക്യാബേജ് തോരനാണ്. ഇത് മാങ്ങാച്ചാറ് ഞാൻ ഇട്ടതാണ്. ഇത് പൈനാപ്പിൾ പച്ചടി, ഇത് കാളൻ, ഇത് സാമ്പാർ, ഇത് കൂട്ടുകറി, ഇത് പായസം, അടപ്പായസമാണ്, ഇഞ്ചിക്കറി, നാരങ്ങാക്കറി, ഇത് ശർക്കര വരട്ടി, ഇത് ഉപ്പേരി, പായസം. ഇത് ഇത്രയും നമുക്ക് നമ്മുടെ ഇവിടെ വരുന്ന ചേച്ചി ഉണ്ടാക്കി തന്നത്. ഉപ്പേരിയും ഇഞ്ചിക്കറിയും നാരങ്ങക്കറിയും ശർക്കര വരട്ടിയും അടപ്പായസം. അതെല്ലാ വർഷവും നമുക്ക് ഓണത്തിന് കൊണ്ട് തരുന്ന ചേച്ചി. അപ്പം ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വിഭവം. ഇനി ഓണത്തിന് ഇല വെട്ടിയിട്ടുണ്ട്. ഇലയിൽ ഇനി വിളമ്പിയിട്ട് നമുക്ക് കാണാം. ഓണത്തുമ്പി വന്നതാണ്. ഓണത്തുമ്പി ഞങ്ങളുടെ ഓണക്കോടി ഉടുത്ത് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ പറ. ഇതാ മുണ്ടൊക്കെ ഉടുത്ത് ഞങ്ങളത് കാണിച്ചു തരാം. മുണ്ടൊക്കെ എടുത്ത് സൂപ്പറായി. മുണ്ടെടുക്കാത്ത ആളാണേ. മുണ്ടെടുത്തതിൻ്റെ ഒരു ചമ്മലൊക്കെ ഉണ്ടാമോ? ഇതാ ഞങ്ങളിട്ട അത്തപ്പൂവിൻ്റെ നോക്കട്ടെ. ഓണത്തുമ്പി ഇവിടെ കിടന്ന് കണ്ടോ? നിങ്ങൾക്ക് കാണാമോ? കണ്ടോ ഓണത്തുമ്പി വന്ന്? കണ്ടോ? അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഓണം വരവറിയിച്ചു. ഹായ്, എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? നല്ലതാണെന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നു. നല്ല രസമാണ് കിട്ടിയിട്ട്. ഞങ്ങളുടെ അത്തപ്പൂല് ഓണത്തുമ്പി വന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ വെള്ള ഇത് പറന്നു. നിങ്ങളെല്ലാവരും സദ്യ കൊണ്ടോ? ഞങ്ങളിനി സദ്യ കൊണ്ടാൻ പോവാണ്. സദ്യക്കുള്ളതെല്ലാം ഞങ്ങളവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അകത്ത് കയറാം. അവിയൽ
ഇത് കാളൻ. എല്ലാം ഇച്ചിരി ഇച്ചിരി വിളമ്പുന്നുള്ളൂ, ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. അപ്പം ഞങ്ങളെല്ലാം ഇച്ചിരി ഇച്ചിരി വിളമ്പി. ഇനി നമുക്ക് ചോറ് വിളമ്പാം. നല്ല കുത്തരി ചോറാണേ. ഞങ്ങൾ ഈ അരിയ കൂടുതൽ ഇവിടെ മേടിക്കുന്നത്. കുത്തരി ചോറ്, അതിൻ്റെ പുറത്ത് സാമ്പാർ, സാമ്പാർ ഒഴിച്ചു. ഇനിയുള്ളത് പപ്പടം, പപ്പടവും വിളമ്പി. അപ്പോൾ കൂട്ടാനെല്ലാം വിളമ്പിക്കഴിഞ്ഞു. ഈ നാരങ്ങക്കറിയും കൂടെ ഉള്ളൂ. അത് നമുക്ക് അവസാനം പായസം കഴിച്ചിട്ട് നാരങ്ങക്കറി വിളമ്പി അതിൻ്റെ കൂടെ കഴിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും സദ്യ ഉണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ഉണ്ണാൻ പോവാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ഓണം.